നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞമ്മേ. ശാന്തി മുഹൂർത്തം കഴിഞ്ഞെന്നോ? ആ കഴിഞ്ഞു. അതെങ്ങനെ കഴിയും? ശാന്തി മുഹൂർത്തത്തിന് മുഹൂർത്തമൊന്നും കുറിച്ചില്ലല്ലോ. അങ്ങനൊരു മുഹൂർത്തത്തിന് ഇനിയും നാളുകൾ കഴിയണമെന്നായിരുന്നല്ലോ. പിന്നെ പിന്നെ എങ്ങനെ നിങ്ങൾ ശാന്തി മുഹൂർത്തം നടത്തി? അതൊക്കെ പ്രഭാവതി അമ്മ നടത്തി തന്നു. 2 ദിവസം മുമ്പ് ശാന്തി മുഹൂർത്തം നടക്കുകയും ചെയ്തു. ഇപ്പൊ ഞാനും വിപിൻ സാറും ഒരുമിച്ചാ കഴിയുന്നത്. അത് അങ്ങനെ ശാന്തി മുഹൂർത്തം നടത്തിയ പാർവതി അവിടെ ഇല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ട്. നീ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. ഇവിടെ ഇല്ലാത്ത അവൾക്ക് ഞാൻ എങ്ങനെയാ ഫോൺ കൊടുക്കുന്നത്? പല്ലവി, നീ അവൾക്കൊന്ന് ഫോൺ കൊടുക്ക്. അമ്മേ, ചേച്ചി ഇപ്പൊ അടുത്തില്ല. അമ്മ ചേച്ചിയുടെ ഫോണിലേക്ക് തന്നെ വിളിച്ചാ മതി. പിന്നെ അമ്മേ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? ഞങ്ങളുടെ ആദ്യരാത്രിയുടെ അന്ന് ഇവിടെ ഈ വീടിനകത്തൊരു പാമ്പ് വന്നു. എന്നിട്ട് വിനേട്ടനതിനെ അടിച്ചു. നല്ല അടിയായിരുന്നു. പാമ്പ് ചത്തൂന്ന് തന്നെയാ കരുതിയത്. പക്ഷെ അതിന്റെ ഉയിര് പിഴച്ചു. പക്ഷെ ചേച്ചി ആ പാമ്പിന്റെ മുറിവേറ്റ ഭാഗത്തൊക്കെ മഞ്ഞൾ പുരട്ടി അതിനെ പറഞ്ഞു വെച്ചു. എന്താ അമ്മ, ഞങ്ങളുടെ ആദ്യരാത്രി തന്നെ പാമ്പ് വന്നത്? ഇനി എനിക്ക് വല്ല നാഗദോഷം ഉണ്ടോ? നാഗദോഷമുള്ളവരുടെ ശാന്തി മുഹൂർത്തത്തിന് പാമ്പ് വന്ന് തടസ്സപ്പെടുത്തുമെന്ന് പറയുന്നത് ശരിയാണോ? എടി, നിന്നോട് 100 ആവർത്തി ഓരോന്ന് പറഞ്ഞാലും നീ അത് ചെവി കൊള്ളില്ല. ആ നേരത്ത് പാമ്പ് വരുന്നതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. നീ ആ ഫോൺ കൊണ്ടുചെന്ന് പാർവതി കൊടുത്തേ. അമ്മേ, അമ്മ അവളുടെ നമ്പറിലേക്ക് വിളിച്ചേ. എനിക്ക് ഇതിൽ അവളോട് സംസാരിച്ചാ മതി. നീ അത് കൊണ്ടുപോയി കൊടുത്തേ. കൊടുക്കാൻ. അത് അമ്മ. എന്താടി? അവൾക്ക് വല്ല പറ്റിയോ? അമ്മേ, അവളും വിശാൽ സാറും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയോ? എവിടേക്ക്? അത് ഇത് എന്റെ തീരുമാനം തന്നെയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് എനിക്കിപ്പോ ആരോടും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ എല്ലാ ഉത്തരവാദിത്തങ്ങളും അമ്മയെ ഏൽപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. എനിക്ക് വലുത് ഗായത്രി അമ്മയും വിശാൽ സാറും നിങ്ങളൊക്കെ. ഞാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടി. അവള് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ അമ്മ? പോട്ടെ, പോയി അവളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അല്ല പിന്നെ. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എനിക്കൊന്ന് കേൾക്കും വേണ്ട. ഇതെല്ലാം നീ ഒരാള് കാരണം. ഞാൻ എന്ത് ചെയ്തു? വേണ്ട, എനിക്കൊന്ന് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.